ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ? ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. മലയാള മാസം 1-ാം തീയതികളിൽ മാത്രമേ നമ്മൾ രാവിലെ കത്തിക്കാറുള്ളൂ. എല്ലാ ദിവസവും വൈകിട്ട് കത്തിക്കും. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. വിളക്ക് കത്തിക്കാൻ എഴുന്നേറ്റുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ചോറ് ദേ വെച്ചിട്ടുണ്ട് അടുപ്പയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ കാപ്പിയൊക്കെ എടുത്തു. ഞാൻ അവർക്കുള്ള കാപ്പി കുഞ്ഞിനും ചേട്ടനും ഉള്ളത് ഫ്ലാസ്കിലാക്കി. എന്നിട്ട് നേരെ കറി വെക്കാൻ വേണ്ടി പോവാണ്. മത്തങ്ങയാണ് നമ്മൾ ഇന്ന് എരിശ്ശേരി വെക്കുന്നത്. മത്തങ്ങയൊക്കെ വൃത്തിയാക്കി ഇതേ കഴുകി അരിഞ്ഞ് ഞാൻ കുക്കറിലേക്ക് ആക്കുന്നുണ്ട്. എരിശ്ശേരി വെക്കുമ്പോഴത്തേനും കുക്കറിലേക്കാകുമ്പോൾ പെട്ടെന്ന് അത് നമുക്ക് 2 വിസിൽ 3 വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നുള്ള പരിപാടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മത്തങ്ങയും ഉള്ളിയും പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് ഇതേ അടുപ്പേ വെച്ചിട്ടുണ്ട്. എൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം അടുപ്പയിലാണ് പാചകമൊക്കെ. അത് കഴിഞ്ഞ് കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് അരിഞ്ഞ് വെച്ചു. മത്തങ്ങ എരിശ്ശേരിയായി, കോവയ്ക്ക മെഴുക്കുവരട്ടിയായി. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം പരിപാടികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. കാരണം രാവിലെ ചേട്ടന് പോകേണ്ട തിരക്കായതുകൊണ്ട് തിരക്കിട്ട പരിപാടികളാണ്. കാപ്പി ചോറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ അത്യാവശ്യം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ആളെ പറഞ്ഞു വിട്ടു. നമുക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരത്താനായിട്ട് റെഡിയായിട്ടുണ്ട്. പിന്നെ മോൻ എഴുന്നേറ്റിട്ടില്ല, അവൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേനും നമുക്ക് ചപ്പാത്തികൾ ഉണ്ടാക്കി നമ്മുടെ പരിപാടികളൊക്കെ തീർക്കാം. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇതിനിടയ്ക്ക് ഞാൻ മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോകുന്നതിന് മുന്നേ. ആ സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച് പെട്ടെന്ന് ചെയ്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് ചേട്ടനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിതേ ചപ്പാത്തിയൊക്കെ ഓരോന്നായിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര പെർഫെക്റ്റായിട്ട് വട്ടമൊന്നും കിട്ടത്തില്ല, ചിലതൊക്കെ പല ഷേപ്പിലൊക്കെ ആയി പോവും. അങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തി വെച്ചിട്ട് ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുട്ടക്കറി റെഡിയായി. പിന്നെ തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറിയാണ്. പിന്നെ ദാണ്ട് നമ്മുടെ എരിശ്ശേരി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പാല് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കാച്ചി വെക്കണം. പാത്രം ദേ കുറേ കഴുകാനുണ്ട് നമ്മുടെ പാചകത്തിൻ്റെ. അപ്പോൾ അതുമൊക്കെ കഴുകി വെച്ചു. പാലൊക്കെ തിളപ്പിച്ച് ഞാനത് കാപ്പിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ദേ കഴിക്കാനായിട്ട് പോവാണ്. മോൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.